കോഴിക്കോട് സ്വദേശിക്ക് 80,000 രൂപ അങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇര തലവെച്ചു കൊടുത്തത് എന്നാണ് ചോദിക്കേണ്ടത്. കാരണം ഇത്രയധികം, നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ നമുക്കൊരു ഫോൺ കോൾ വിളിച്ച് അതൊന്ന് കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ അതിന് മുൻപ് ഇത്ര ബോധവൽക്കരണം കേൾക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും ഇത് വ്യാപകമായി നടക്കുന്നു എന്ന ഒരു ബോധ്യം ആളുകൾക്കില്ലേ? മധു, കോഴിക്കോട് സ്വദേശിയായ വയോധികൻ 83 വയസ്സുകാരനാണ് പണം നഷ്ടമായത്. അദ്ദേഹം മുൻപ് മുംബൈയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുംബൈയിലെ സൈബർ ക്രൈമിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ഫോൺ വിളിച്ചത്. പണം നഷ്ടപ്പെട്ടിട്ട് തന്നെ കുറച്ചും ദിവസങ്ങളായി. പക്ഷേ അദ്ദേഹം ഇന്നലെ മാത്രമാണ് പോലീസിൽ പരാതി നൽകിയതെന്നുള്ളതാണ്. എലത്തൂർ പോലീസ് അദ്ദേഹത്തിന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. 8,80,000 രൂപയാണ് നഷ്ടമായത്. അതായത് ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ചമഞ്ഞയാൾ ഇദ്ദേഹത്തോട് പറഞ്ഞത്, ഗുരുതരമായ കുറ്റകൃത്യത്തിൽ നിങ്ങൾ പങ്കാളിയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പണം നൽകേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് രേഖകൾ കൈവശപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ പണം പിൻവലിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ ഏതായാലും പണം എത്തിയത് തെലങ്കാനയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് അന്വേഷണം പുരോഗമിച്ചു വരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നത് തടയാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. അതിനിടയിൽ കൂടി തന്നെ തട്ടിപ്പും വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അത് കുറച്ചുകൂടി വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൈബർ തട്ടിപ്പ്, പണം നഷ്ടമാകുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗോൾഡൻ അവേഴ്സിൽ തന്നെ പരാതി നൽകണമെന്നാണ് പോലീസും സൈബർ പോലീസും ഒക്കെ തന്നെ അറിയിക്കുന്നത്. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷെ 83 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായും ഇത്തരം ബോധവൽക്കരണ പരിപാടികളുടെ അതിന്റെ ഒരു ഉപയോഗം അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. 8,80,000 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായും അപ്പോൾ ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ജാഗ്രത ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ചെവികളിലേക്ക് ഈ ജാഗ്രത എത്തുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, അവർ തക്കം പാർത്തിരിക്കുന്നു എന്നതിൽ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ജാഗ്രത വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിയമ സംവിധാനം ഒരിക്കലും ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രാഥമികമായി എങ്കിലും ചെയ്യില്ല എന്നുള്ള ബോധ്യം നമുക്ക് വേണ്ടതുണ്ട്.